ദമാം ഇസ്ലാമിക് കൾച്ചറൽ സെന്റർ മലയാള വിഭാഗം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വബിഹി നസ്തഈൻ വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വബഅദ്. സഹോദരന്മാരെ, നമ്മുടെ ഇന്നത്തെ വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹുജ്റ സാക്ഷിയായ ഈദുൽ ഫിത്ർ, ചെറിയ പെരുന്നാൾ. എൻ്റെ അർത്ഥം പെരുന്നാൾ അയക്കണമെന്നല്ല കേട്ടോ. പെരുന്നാൾ ഇനി മാസം കണ്ടറിഞ്ഞാൽ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ അലാക്കുള്ളിൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നല്ലൊരു പെരുന്നാൾ കനിഞ്ഞ് അരുളുമാറാവട്ടെ. നമുക്കും മുഴുവൻ മുസ്ലിമീങ്ങൾക്കും നമ്മുടെ നോമ്പ് നിസ്കാരവും കർമ്മങ്ങളുമൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപരിലോകത്ത് കബൂലാക്കുമാറാവട്ടെ. നരകത്തിയിൽ നിന്ന് അല്ലാഹു മോക്ഷം നൽകിയവരിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ. സ്വർഗീയ വിശാലത അല്ലാഹു കനിയുന്നവരിൽ നമ്മയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ ഈ ഒരു തുടക്കത്തിൽ ഇമാം ഇബ്നു റജബ് അൽ ഹംബലി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞൊരു വാക്കാണ് ആദ്യമായി ഇവിടെ മനസ്സിലാക്കുന്നത്. അദ്ദേഹം പറയുന്നത്, ഈദ് പുതുവസ്ത്രം ധരിച്ചവർക്കല്ല, പ്രത്യുത പുണ്യങ്ങൾ വർദ്ധിക്കുന്നവർക്ക് മാത്രമാണ് ഈദ് എന്നാണ്. അൽ ഈദു ലൈസൽ ഈദു ലിമൻ ലബിസൽ ജദീദ് വ ഇന്നമൽ ഈദു ലിമൻ തആതുഹു തസീദ്. പുതുവസ്ത്രം ധരിച്ചവർക്കല്ല ഒരിക്കലും ഈദ്, പെരുന്നാൾ. പ്രത്യുത നന്മകൾ, തആത്ത്, പുണ്യങ്ങൾ പെരുകിയവർ ആരോ, വർദ്ധിച്ചവർ ആരോ, അവർക്ക് മാത്രമാണ് ഈദ് എന്നാണ്. പിന്നെ അദ്ദേഹം പറയുന്നത്, ലൈസൽ ഈദു ലിമൻ തജമ്മല ബിർ ലിബാസി വറുകൂബ് വ ഇന്നമൽ ഈദു ലിമൻ ഗുഫിറത് ലഹു ദുനൂബ് എന്നാണ്. വസ്ത്രവും വാഹനവുമായി അടിപൊളിയായവൻ, അലങ്കൃതമായവൻ, അവനല്ല ഈദ്. പിന്നെ ഈദ് പാപങ്ങൾ പൊറുക്കപ്പെട്ടവർ ആരോ, അവരുടേതാണ് ഈദ്. അപ്പോൾ നന്മകൾ ഈ വിശുദ്ധ മാസത്തിൻ്റെ നിറവിൽ വർദ്ധിച്ച് അനുഗ്രഹീതരായവർ, അവരുടേത് മാത്രമാണ് യഥാർത്ഥത്തിൽ ഈദ്. പാപങ്ങൾ പൊറുക്കപ്പെട്ടവർ, അവരുടേത് മാത്രമാണ് ഈദ് എന്നാണ് ഇബ്നു റജബ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്. അതൊരു നല്ലൊരു ഉത്ബോധനവും ഒരു തിരുത്തലുമാണ്. ഈദ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുതിയതുടുത്ത് അണിഞ്ഞൊരുങ്ങി അടിപൊളിയായി, ഇപ്പോഴൊക്കെ ആണെങ്കിൽ ഒന്നുകൂടി വാഹനം ഒക്കെ ജോറാക്കി, അതിലാണ് ഈദ് പലരുടേതും. പക്ഷേ സച്ചരിതർ മനസ്സിലാക്കിയത്, അള്ളാഹു റമദാനിനെ തുടർന്നാണ് ഈദ് വെച്ചത്. അപ്പോൾ റമദാനിനെ തുടർന്ന് ഈദ് വെച്ചത്, റമദാൻ തനിക്ക് അനുകൂലമാക്കിയവൻ, റമദാനിൽ ധന്യരായവർ, അവർക്ക് ആഘോഷിക്കാനാണ് ഈദ് എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ ഒരു ഈദ് ആർക്ക് എന്നുള്ളത് നമ്മൾ ഈ തുടക്കത്തിൽ മനസ്സിലാക്കി. ഇനി നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈദിൻ്റെ വിശേഷങ്ങളാണ് ഇവിടെ മനസ്സിലാക്കുന്നത്. നമ്മുടെ ഈദ് അത് മറ്റ് മതക്കാരുടെ ആഘോഷങ്ങളെപ്പോലെ, ഉത്സവങ്ങളെപ്പോലെ, ചില ഉപരിപ്ലവ ചടങ്ങുകളോ ചില പ്രകടനങ്ങളോ അല്ല. നമ്മുടെ ഈദ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹുവിന് തക്ബീർ എടുത്ത് അള്ളാഹുവിന് ശുക്ർ അർപ്പിക്കുവാൻ ഉള്ള ഒരു അവസരമാണ്. നമ്മൾ ആഘോഷങ്ങളിൽ ആളുകളാകുമ്പോൾ നമ്മുടെ ദീനിൽ അൽഹംദുലില്ലാഹ് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാഘോഷവും ഒരാനന്ദവും ഇല്ലാതെ കുടുസത നിശ്ചയിച്ചിട്ടില്ല. നമ്മുടെ ദീനിൽ ആളുകൾക്ക് ആശ്വസിക്കാനും ആഹ്ലാദിക്കാനും
ആനന്ദിക്കാനും ഒക്കെ അവസരമുണ്ട് എന്നുള്ളത് ജൂതർ മനസ്സിലാക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ. അപ്പോൾ നമ്മുടെ ഈദുകളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് ചില വിധികൾ, വിലക്കുകൾ, അതേപോലെ തന്നെ അത് ആഘോഷിക്കാനുള്ള ചില അദബുകൾ ഇതൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. ഈദുൽ ഫിത്ർ ആകുമ്പോൾ നമ്മൾ ഫിത്ർ സക്കാത്ത് നൽകിയാണ് ഈദ് ആഘോഷം തുടങ്ങേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആളുകൾ മുസല്ലയിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് ഫിത്ർ സക്കാത്ത് കൊടുക്കാൻ കൽപ്പിച്ചിട്ടുണ്ട്. ഈദ് നിസ്കരിക്കുന്നതിന് മുമ്പ് ഫിത്ർ നൽകിയാലാണ് അത് ഫിത്ർ സക്കാത്തായിട്ട് പരിഗണിക്കപ്പെടുക. അതില്ല എങ്കിൽ നിസ്കാരം കഴിഞ്ഞിട്ടാണ് കൊടുക്കണമെങ്കിൽ അതൊരു സദക്ക മാത്രമായി മാറും. നിർബന്ധ സക്കാത്ത് ഫിത്ർ സക്കാത്ത് ആകണമെങ്കിൽ അത് നിസ്കാരത്തിന് മുമ്പ് ഫിത്ർ സക്കാത്ത് നൽകിയിരിക്കണം എന്നുള്ളതാണ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുതിർന്നവരോട്, കുട്ടികളോട്, സ്ത്രീ പുരുഷന്മാരോട്, അടിമകൾ, സ്വതന്ത്ര അടിമകൾ എല്ലാവരോടും നിർബന്ധമാക്കിയിട്ടുള്ള സക്കാത്താണ് ഫിത്ർ സക്കാത്ത്. അത് സക്കാത്തുൻ നഫ്സ്, നമ്മളുടെ ശരീരത്തെ ശുദ്ധീകരിക്കാനുള്ള സക്കാത്താണ്. സ്വത്തിൻ്റെ സക്കാത്ത് പോലെയല്ല. നമ്മൾ സ്വർണത്തിന്, വെള്ളിക്ക്, കാലികൾക്ക്, ധാന്യങ്ങൾക്ക്, അതേപോലെ തന്നെ കച്ചവട ചരക്കുകൾക്ക് ഇതിനൊക്കെ സക്കാത്ത് കൊടുക്കുമല്ലോ. അതുപോലത്തെ സക്കാത്തല്ല സക്കാത്തുൽ ഫിത്ർ. ഇത് നമ്മളെ സ്ഫുടം ചെയ്യാനാണ്. തുഅമത്തൻ ലിൽ മസാക്കീൻ വതുഹുറത്തൻ ലിസ്സായിമി മിനൽ ലഗ്വി വറഫസ്. നോമ്പുകാരായിരിക്കാൻ നമ്മളിൽ നിന്ന് വന്ന വീഴ്ചകൾ, കുറവുകൾ അത് പരിഹരിക്കാൻ, ശുദ്ധീകരിക്കാനാണ് ഫിത്ർ സക്കാത്ത്. പിന്നെ അഗതികൾക്കുള്ള അന്നാണ്. നമ്മൾ ഈദ് സുദിനത്തിൻ്റെ നിറവിൽ, സന്തോഷത്തിൽ, സമൃദ്ധിയിൽ നമ്മൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ പരിസരങ്ങളിൽ അന്യാശ്രയക്കാരായി, യാചകരായി മുസ്ലിമീങ്ങൾ ഉണ്ടാകാൻ പാടുള്ളതല്ല. അതുകൊണ്ട് തന്നെ പെരുന്നാൾ ആഘോഷിക്കാൻ വകുപ്പ്, പെരുന്നാളിന് തിന്നാനുള്ള വകുപ്പ് വീട്ടിൽ കാണുന്നവരെല്ലാം ഫിത്ർ സക്കാത്ത് നൽകൽ നിർബന്ധമാണ്. അത് നമ്മുടെ ദീനിൻ്റെ നിഷ്കർഷതയാണ്. ഈദ് അൽ അദ്ഹയാകുമ്പോൾ അവിടെ വലിയ അർത്ഥ സാധുക്കളെ പരിഗണിച്ചുകൊണ്ടാണ് നമ്മളുടെ ഈദുൽ അദ്ഹ ആഘോഷം. അതുകൊണ്ട് തന്നെ ഈ രണ്ട് ആഘോഷങ്ങൾ വരുമ്പോൾ നോക്കി നിങ്ങൾ, ലോക വിപണികൾ ഉണരും, കച്ചവട കമ്പോളങ്ങൾ സജീവമാകും, പല ആഘോഷങ്ങളും നടക്കും, വിമതസ്ഥരുടേതായിട്ടും അല്ലാതെയും. അവിടങ്ങളിലൊക്കെ സജീവമാകുന്നത് പലപ്പോഴും കള്ള് ഷാപ്പുകളും മദ്യലോബികളും ഒക്കെയാണ്. ഏറ്റവും കൂടുതൽ ഇത്ര മദ്യം വിറ്റതിൻ്റെ കണക്കൊക്കെ അഭിമാനപൂർവ്വം പറയുന്ന പരിസരങ്ങളാണ് നമുക്ക് നമ്മുടെ നാടുകളിലൊക്കെ ഉള്ളത്. പക്ഷേ ഏറ്റവും കൂടുതൽ കച്ചവടം നടക്കുന്നതും വാണിജ്യം സജീവമാകുന്നതും ചെറിയ പെരുന്നാൾ ഈദുൽ ഫിത്ർ സമാഗതമാകുമ്പോഴാണ്. കാരണം അത്രമേൽ മുസ്ലിമീങ്ങൾ സക്കാത്തുൽ ഫിത്ർ നൽകാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അരി വാങ്ങുകയും അത് വിതരണം ചെയ്യുന്ന അവസ്ഥ ഉണ്ട്. അതിൻ്റെ കണക്ക് വരെ പിന്നെ ഇതിനു മുമ്പ് വായിക്കാൻ സാധിച്ചു. ഏറ്റവും സക്കാത്തുൽ ഫിത്ർ നൽകാൻ വേണ്ടിയിട്ട് അരി വാങ്ങിയിട്ട് അതിനാൽ ഉണ്ടാകുന്ന വരുമാനം, അതായത് ഗവൺമെൻറ്റിനായാലും വ്യക്തികൾക്കായാലും അതിനാൽ ഉണ്ടാകുന്നതായ വരുമാനം, അതൊക്കെ അറിയിക്കുന്നത് എന്താണ്? നമ്മുടെ ദീൻ, അതിൻ്റെ സൗന്ദര്യമാണ്. നമ്മുടെ ദീൻ്റെ ഒരു സൗന്ദര്യമാണ്. നമ്മൾ ഒരിക്കലും സ്വാർത്ഥരല്ല. നമ്മൾ നമ്മുടെ കൂടപ്പിറപ്പുകളെ നന്നായി പരിഗണിച്ചുകൊണ്ടാണ് നമ്മുടെ ഫിത്ർ സക്കാത്ത് നൽകൽ പോലത്തെ സദക്കകൾ കൊണ്ടാണ് നമ്മുടെ ഈദ് ആഘോഷം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഓരോരുത്തരും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. നമുക്കൊക്കെ ഫിത്ർ സക്കാത്ത് നിർബന്ധമാണ്. സാഅമിൻ താം, ഒരു സാഇ ഭക്ഷണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ അതിൻ്റെ അളവ് നിശ്ചയിച്ചത്. അത് അന്ന് കാരക്ക കൊടുത്തു, ബാർലി കൊടുത്തു, പാൽക്കട്ടി കൊടുത്തു, അതേപോലെ തന്നെ ഉണക്കമുന്തിരി കൊടുത്തു. അങ്ങനെയൊക്കെ ആയിട്ട് സക്കാത്തുൽ ഫിത്ർ നൽകി. നമ്മളും അഗതികൾക്ക് ഇത് എത്തിക്കേണ്ടത് ഭക്ഷ്യവസ്തുക്കളായിട്ടാണ്. ഇന്നത്തെ മുഖ്യാഹാരം അരിയാണ്. അതുകൊണ്ട് നമ്മൾ അരിയായിട്ടാണ് നൽകേണ്ടത്. കാശ് നമുക്ക് ഏൽപ്പിക്കാം, പക്ഷേ നമ്മൾ ഏൽപ്പിക്കുന്ന ആളുകൾ അത് അരിയാക്കി അഗതികൾക്ക് എത്തിക്കണം എന്നുള്ളതാണ് അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. പെരുന്നാളിൽ കുളിച്ച് അണിഞ്ഞൊരുങ്ങൽ
ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഹദിയിൽ അദ്ദേഹം ഈദിന് വേണ്ടി കുളിക്കുമായിരുന്നു. താബഈങ്ങളിൽ സയ്യിദായ സഈദ് ഇബ്നുൽ മുസയ്യിബ് പറയുകയാണ് 3 കാര്യങ്ങൾ ഈദിൽ പ്രത്യേകം പ്രതിഫലാർഹമാണ്. അതൊന്ന് കുളിക്കുക, ഈദിന് വേണ്ടി കുളിക്കുക, അതേപോലെ തന്നെ ഈദ്ഗാഹിലേക്ക് നടന്നു പോവുക, അതേപോലെ തക്ബീർ ധ്വനി മുഴക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ അദ്ദേഹം അണിഞ്ഞൊരുങ്ങുക എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും നല്ല വസ്ത്രം അതായിരുന്നു ഈദിന് ധരിച്ചിരുന്നത് എന്ന് മനസ്സിലാക്കി തരുന്നൊരു സംഭവം കാണാം. ഒരിക്കൽ അങ്ങാടിയിൽ ഒരു പട്ട് വസ്ത്രം വിൽക്കുകയാണ്, നല്ലൊരു പട്ടിൻ്റെ ജുബ്ബ. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, റസൂലെ ഇത് വാങ്ങി നിങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് ഈദിന് ധരിക്കാം, പിന്നെ വഫ്ദുകൾ വരുമ്പോൾ അവരെ സ്വീകരിക്കാൻ ധരിക്കാം. വഫ്ദുകൾ എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വരുന്ന നിവേദക സംഘങ്ങൾ, ഗസ്റ്റുകൾ. അപ്പോൾ ഗസ്റ്റുകളെ സ്വീകരിക്കാൻ അങ്ങേക്ക് ഇത് ധരിക്കാം, പിന്നെ ഈദിനും ധരിക്കാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഹാദാ ലിബാസു മൻ ലാ ഖലാഖ ലഹു യൗമൽ ഖിയാമ, ഇത് അന്ത്യനാളിൽ ഒരു വിഹിതവുമില്ലാത്തവരുടെ വസ്ത്രമാണ് എന്ന് പറയുന്നുണ്ട്. കാരണം പട്ടാണ്, പട്ട് പുരുഷന്മാർക്ക് നിഷിദ്ധമാണ്. ഇവിടെ പട്ട് ധരിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പട്ട് വിലങ്ങും അന്ത്യനാളിൽ. അപ്പോൾ അത് പിന്നെ എന്ത് ചെയ്തു, പിന്നെ ഉമർ റളിയല്ലാഹു തആല അൻഹുവോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രതികരിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇതിന് മനസ്സിലാക്കാം ഈദിന് ഏറ്റവും മുന്തിയതാണ്, നമുക്കുള്ളതിൽ ഏറ്റവും മുന്തിയതാണ് ധരിക്കേണ്ടത് എന്ന് ഈ സംഭവത്തിൽ കാണാം. പിന്നെ ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ജുബ്ബ ഉമറിന് കൊടുത്തയക്കുന്നുണ്ട്. അത് പട്ടിൻ്റെ ജുബ്ബയായിരുന്നു. അപ്പോൾ ഉമർ പറയുന്നുണ്ട്, റസൂലെ അന്ന് നിങ്ങൾ പറഞ്ഞില്ലേ ഇത് ലിബാസു മൻ ലാ ഖലാഖ ലഹു യൗമൽ ഖിയാമ എന്ന്, പിന്നെന്തേ നിങ്ങൾ എനിക്ക് കൊടുത്തയച്ചെന്ന് ചോദിച്ചപ്പോൾ ഉമറിനോട് പറയുന്നുണ്ട്, അത് താങ്കൾ വിൽക്കുക, എന്നിട്ട് അതിൻ്റെ കാശ് താങ്കൾക്ക് ഉപയോഗിക്കാം എന്ന് പറയുന്നുണ്ട്. വിറ്റിട്ട് കാശ് ഉപയോഗിക്കാൻ പറയുന്നുണ്ട്, അത് ധരിക്കാനല്ല. കാരണം പട്ടുവസ്ത്രം സ്ത്രീകൾക്ക് ഉപയോഗിക്കാം, അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് ഉപയോഗിക്കാൻ അത് വിറ്റിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാശ് നിങ്ങൾക്ക് ഉപയോഗിക്കാം, നിങ്ങളുടെ ആവശ്യം വീട്ടാം എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. ഏതായാലും നമ്മൾ ഈദിൻ്റെ വിഷയത്തിൽ മനസ്സിലാക്കുന്ന മറ്റൊരു അദബാണ് കുളിച്ചൊരുങ്ങുക, നമ്മൾ ഉള്ളതിൽ നല്ല വസ്ത്രങ്ങൾ ധരിക്കുക എന്നുള്ളത്. തക്ബീർ, അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പിൻ്റെ വിഷയം പറഞ്ഞപ്പോൾ വലി തുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും, അള്ളാഹു നിങ്ങൾക്ക് മാർഗമരുളിയതിനാൽ തുകബ്ബിറുള്ള, നിങ്ങൾ അള്ളാഹുവിന് തക്ബീർ ധ്വനികൾ മുഴക്കാനാണ് എന്ന് പറയുന്നുണ്ട്. തക്ബീർ അള്ളാഹുവിനെ മഹത്വപ്പെടുത്താനും ആ മഹത്വപ്പെടുത്തുന്ന മാർഗേന അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് എന്നിങ്ങനെ തക്ബീർ ധ്വനി മുഴക്കാൻ എന്നുള്ളതാണ്. അപ്പോൾ തക്ബീർ ധ്വനി മുഴക്കുക. വിശിഷ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി മുസല്ലയിലേക്ക് എത്തുന്നത് വരെ തക്ബീർ ചൊല്ലുമായിരുന്നു എന്ന് ഹദീസുകൾ കാണാൻ സാധിക്കും. ഈദിന് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് മുസല്ലയിലേക്ക്, വിശുദ്ധ മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈദ് നിസ്കരിച്ചിരുന്നത് മസ്ജിദിലല്ല, മസ്ജിദ് നബവിയിലല്ല, പിന്നെയോ മുസല്ലയിലേക്ക് പോയിട്ട് അവിടെയാണ് നിസ്കരിച്ചിരുന്നത്. മുസല്ല മസ്ജിദ് നബവിയിൽ നിന്ന് അല്പം അകലെ, പിന്നെ ഒരു വിജനതയിലായിരുന്നു. അവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈദ് നിസ്കരിച്ചിരുന്നത്. അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് അവിടേക്ക് എത്തോളം തക്ബീർ ചൊല്ലുമായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ മുസല്ലയിലേക്ക് പോകുമ്പോൾ തക്ബീർ ചൊല്ലിയിട്ട് പോകുക. ഇനി ഈദിൻ്റെ രാത്രി ഈദ് ഉറപ്പിച്ചത് മുതൽ തക്ബീർ ചൊല്ലുക എന്നുള്ളതും ഈ ആയത്തിൻ്റെ വെളിച്ചത്തിൽ പണ്ഡിതന്മാർ ഉണർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഈദിൻ്റെ രാവിലും അതേപോലെ തന്നെ ഈദിൻ്റെ പകൽ നമ്മൾ ഈദ്ഗാഹിലേക്ക് എത്തുന്നത് വരേക്കുമൊക്കെ തക്ബീർ ചൊല്ലുക, അത് ഉച്ചത്തിൽ ചൊല്ലുക എന്നുള്ളത് ഈദിൻ്റെ അദബുകളിൽപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈദുൽ ഫിത്തറിലേക്ക് പോകുന്നതിന് മുമ്പ് കാരക്ക ഭക്ഷിക്കുമായിരുന്നു എന്നാണ്. കുലുഹു പിന്നെ വിത്രൻ ഒറ്റയായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 1, 3, 5 ഇങ്ങനെ ഒറ്റയായിട്ടായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാരക്ക ഭക്ഷിച്ചിരുന്നത്. എന്നിട്ടായിരുന്നു ഈദുൽ ഫിത്തറിന് പോയിരുന്നത്. ഈദുൽ അദ്ഹക്കല്ല, ഈദുൽ അദ്ഹക്ക് ഭക്ഷിക്കാതെ പുറപ്പെടുമായിരുന്നു. എന്നാൽ ഈദുൽ ഫിത്തറിന് പോകുന്നതിന് മുമ്പ് കാരക്ക ഭക്ഷിച്ചിട്ടായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുറപ്പെട്ടിരുന്നത് എന്നതാണ് ഹദീസിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈദിലേക്ക് പോകുമ്പോൾ നടന്നു പോകുമായിരുന്നു എന്നുള്ളതാണ്. നടന്നു പോകൽ പ്രത്യേകം പിന്നെ അവസരമുണ്ടെങ്കിൽ, അതേസമയം ദൂരത്താണ് ഈദ്ഗാഹ് ഉള്ളത് അല്ലെങ്കിൽ മസ്ജിദ് ഉള്ളെങ്കിൽ വാഹനത്തിൽ പോകുന്നത് വിലക്കുള്ള വിഷയമൊന്നുമല്ല. പക്ഷേ ഏറ്റവും അഭികാമ്യം നടന്നു പോവുക എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ
ഞാൻ നേരത്തെ പറഞ്ഞില്ല, സഈദ് ബിൻ മുസയ്യിബ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ കാര്യം, നടന്നു പോവുക എന്നുള്ളത് ഈദിൽ ഒരു സുന്നത്താണ് എന്ന്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോകാനും വരാനും വഴി മാറുമായിരുന്നു എന്നാണ്. ഒരു വഴിയിൽ പോയി മറ്റൊരു വഴിയിലൂടെയായിരുന്നു വന്നിരുന്നത് എന്നാണ്. പോകുമ്പോൾ ഒരു വഴി തിരഞ്ഞെടുക്കും, വരുമ്പോൾ മറ്റൊരു വഴി തിരഞ്ഞെടുക്കും. അതെന്തിന്? അത് അവിടങ്ങളിലൊക്കെ ഉള്ള ആളുകൾ അവരെ കാണാനും അവർക്ക് സലാം ഓതാനും അവർക്ക് വേണ്ടി ദുആ ചെയ്യാനും അവരുടെ അവസ്ഥകൾ അറിയാനും, തിരിച്ചു വരുമ്പോൾ അതേപോലെ മറ്റു ആളുകളെ കാണാനൊക്കെ വേണ്ടിയിട്ടായിരുന്നു എന്നും, അതിന് പല കാര്യങ്ങൾ, ആളുകളുടെ ആവശ്യങ്ങൾ അറിയാനും അവരെ ആശംസിക്കാനും സലാം പറയാനും ഒക്കെ ആയിരുന്നു റസൂലുള്ളാഹി 2 വഴി തിരഞ്ഞെടുത്തിരുന്നത്, പോകാനും വരാനുമായി എന്നുള്ളതാണ് അതിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അതേപോലെ തന്നെ ഈദ്ഗാഹിൽ ഈദ് നിസ്കാരത്തിലും അതേപോലെ തന്നെ ഈദിൻ്റെ ദുആയിലും സ്ത്രീകളെ പങ്കെടുപ്പിക്കുക എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകം നിഷ്കർഷിച്ചൊരു വിഷയമാണ്. അത് എന്നൊന്നുകൂടി അത് വ്യക്തമാക്കാം. അതുപോലെ തന്നെ ഈദ് നിസ്കാരം, ഈദ് ഖുത്ബ, ഈദ് നിസ്കാരം അതിൽ അമാന്തിക്കാൻ പാടുള്ളതല്ല. ആളുകൾ പലപ്പോഴും ഈദ് നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വർഷവും ഈദ് നിസ്കാരം ഒഴിവാക്കിയിട്ടില്ല എന്ന ഹദീസിൽ കാണാം. അതുകൊണ്ടാണ് ഇപ്പം കർമ്മശാസ്ത്രത്തിൽ നമ്മളിപ്പോൾ നാട്ടിലൊക്കെ പഠിക്കുമ്പോൾ ഇത് സുന്ന മുഅക്കദയാണ്, ഫർള് കിഫായയാണ് എന്നൊക്കെ പറയും. സുന്ന മുഅക്കദ പ്രബലമായ സുന്നത്താണ് ഈദ് നിസ്കാരം, അതിൻ്റെ ഹുക്മ്. ചിലർ ഫർള് കിഫായയാണ് എന്ന് പറഞ്ഞെങ്കിൽ കുറച്ച് ആളുകൾ ചെയ്താൽ ബാക്കിയുള്ളവർ കുറ്റവിമുക്തരായി ബാധ്യതാ വിമുക്തരായി എന്ന നിലക്ക് ഒക്കെ ഹുക്ം പറയും. പക്ഷേ അബൂ ഹനീഫത്തുൻ നുഅ്മാൻ, ഹനഫി മദ്ഹബിൽ ഇമാം അബൂ ഹനീഫത്തുൻ നുഅ്മാൻ ഇത് ഫർള് ഐനാണ്. ജുമുഅ പോലെ, മുഹർ പോലെ, അസർ, മഗ്രിബ്, ഇശാ, സുബഹ് ഈ നിസ്കാരങ്ങൾ പോലെ വൈയക്തികമായി നിർബന്ധ നിസ്കാരമാണ് ഈദ്, സലാത്തുൽ ഈദ്. അതിൻ്റെ ഹുക്മ് ഫർദ് ഐൻ എന്നാണ് അബൂ ഹനീഫത്തുൻ നുഅ്മാൻ പറഞ്ഞത്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഒരു ഖൗലും ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹിയിൽ നിന്നുള്ള റിവായത്തും ഇതാണ്, ഫർദ് ഐൻ എന്നുള്ളതാണ്. ചില ഫുഖാക്കൾ ഈ ഒരഭിപ്രായത്തെ ശക്തമായിട്ട് പിന്തുണച്ചിട്ടുണ്ട്. അബൂ ഹനീഫത്തുൻ നുഅ്മാൻ്റെ അഭിപ്രായത്തെ പിന്തുണച്ചിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വർഷവും ഈദ് നിസ്കാരം ഒഴിവാക്കിയിട്ടില്ല എന്ന് മാത്രമല്ല, ഈ ഈദ് നിസ്കാരത്തിലേക്ക് സ്ത്രീകളെ കൂടി നിർബന്ധിച്ച് കൊണ്ടുവരാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളണ്ടിയേഴ്സിനെ നിശ്ചയിച്ചിരുന്നു, കൽപ്പിച്ചിരുന്നു എന്നുള്ളതാണ്. ആ വിഷയത്തിൽ ഒരു ഹദീസ് നോക്കി നിങ്ങൾ. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഅ്മുറു ബനാതഹു വനിസാഅഹു അൻ യഖ്റുജ്ന ഫിൽ ഈദൈനി. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യഅ്മുറു ബനാതഹു തൻ്റെ പെൺമക്കളോട് കൽപ്പിക്കുമായിരുന്നു, വനിസാഅഹു തിരുദൂതരുടെ ഭാര്യമാരോട് കൽപ്പിക്കുമായിരുന്നു, അൻ യഖ്റുജ്ന ഫിൽ ഈദൈനി 2 ഈദുകളിലും അവർ ഈദുകളിൽ പങ്കെടുക്കാൻ പുറപ്പെടാൻ കൽപ്പിക്കുമായിരുന്നു എന്നാണ്. ഉമ്മു അത്തിയ റളിയല്ലാഹു തആല പറയാണ്, കുന്നാ നുഅ്മറു അൻ നഖ്റുജ യൗമൽ ഈദ്. ഉമ്മു അത്തിയ അൻസാരിയ പറയാണ്, ഞങ്ങൾ ഈദിൽ പുറപ്പെടാൻ കൽപ്പിക്കപ്പെടുമായിരുന്നു. ഹത്താ നുഖ്രിജൽ ബിക്ര മിൻ ഖിദ്രിഹ. ഈ കുമാരികളായ കന്യകകളായിട്ടുള്ള കൗമാരപ്രായത്തിലുള്ളതായ പെൺകുട്ടികൾ അവരെ വരെ അവരുടെ അറകളിൽ നിന്ന് ഈദിലേക്ക് പുറത്തു കൊണ്ടുവരാൻ ഞങ്ങൾ കൽപ്പിക്കപ്പെടുമായിരുന്നു എന്നാണ്. ഹത്താ നുഖ്രിജൽ ഹുയ്യള, ഋതുമതികളായ സ്ത്രീകളെ വരെ മുസല്ലയിലേക്ക് ഈദിലേക്ക് കൊണ്ടുവരാൻ കൽപ്പിക്കുമായിരുന്നു എന്നാണ്. ഫയകുന്ന ഖൽഫന്നാസ്, ഋതുമതികൾ ആളുകളുടെ പിന്നിൽ, അവർ ആർത്തവകാരികളാണ്, അതുകൊണ്ട് അവർ പിന്നിൽ അവരുടെ ഇടം എന്നുള്ളതാണ്. ഈ ഋതുമതികൾ വന്നിട്ടില്ലെങ്കിൽ അവർ നിസ്കരിക്കുന്ന സ്ഥലത്തേക്കില്ല, അതിൻ്റെ ബാക്കിലായിരിക്കും അവർ ഉണ്ടാവുക. പക്ഷേ യുകബ്ബിർന ബി തക്ബീരിഹിം, എല്ലാവരും തക്ബീർ ചെല്ലുമ്പോൾ അവരും തക്ബീർ ചെല്ലണം. അതേപോലെ യുകബ്ബിർന മഅന്നാസ് വയദഊന ബി ദുആഇഹിം, ആളുകൾ ദുആ ചെയ്യുമ്പോൾ ആ ദുആയിൽ അവർ പങ്കെടുക്കണം. യർജൂന ബറകത ദാലികൽ യൗം വതുഹ്റതഹു, ആ ദിവസത്തിൻ്റെ ബർക്കത്തും അനുഗ്രഹവും, വതുഹ്റതു ആ ദിവസത്തിൻ്റെ വിശുദ്ധിയും അവരും കാക്ഷിക്കണം, പ്രതീക്ഷിക്കണം. അങ്ങനെ ഋതുമതികൾ വരെ മുസല്ലയിലേക്ക് വരണം. പക്ഷേ മുസല്ലയിൽ നിന്ന് അവർ വിട്ടു നിൽക്കുക, എന്നിട്ട് ആളുകളുടെ ബാക്കിലായിട്ട് അവർ നിലയുറപ്പിക്കുക. കാരണം അവർക്ക് മെൻസസ് നിസ്കരിക്കാനുള്ളൊരു തടസ്സമാണല്ലോ. അത് കാരണത്താൽ റസൂലുള്ള പറയുന്നത് നോക്കൂ നിങ്ങൾ, അവർ തക്ബീർ ചൊല്ലട്ടെ, ദുആയിൽ പങ്കെടുക്കട്ടെ, ആ ദിവസത്തിൻ്റെ ബർക്കത്ത്, പെരുന്നാൾ ദിവസത്തിൻ്റെ ബർക്കത്തും അതിൻ്റെ തുഹ്റത്ത്, ശുദ്ധിയും അവരും കാക്ഷിക്കട്ടെ. അതുകൊണ്ട് ഋതുമതികളെ വരെ കൊണ്ടുവരണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചിരുന്നു എന്നാണ്. ഇവിടെ നോക്കി, ഹഫ്സ ബിൻത് സീരീൻ
പറയാണ് പിന്നെ ഈ പെൺകുട്ടികളെ ഈദിലേക്ക് പുറപ്പെടുന്നതിനെ തൊട്ട് തടയുന്ന ഒരവസ്ഥ വന്നു. ഹഫ്സ ബിൻത് സിരീൻ താബീങ്ങളിൽപ്പെട്ടതാണ്. അപ്പോൾ അവർ ഉമ്മു അത്തിയ്യ റളിയല്ലാഹു തആല അൻഹ വന്നപ്പോൾ ഈ വിഷയത്തിൽ ചോദിച്ചു എന്നാണ്. അപ്പോൾ എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്? ഉമ്മു അത്തിയ്യ റളിയല്ലാഹു അൻഹ പറയുന്നത് ലിയഖ്റുജ് അൽ അവാതിഖു വദവാത്തുൽ ഖുദൂർ വൽ ഹുയ്യദു എന്നാണ്. ലിയഖ്റുജ് അൽ അവാതിഖു വദവാത്തുൽ ഖുദൂരി വൽ ഹുയ്യദ്, കന്യകകൾ, അതേപോലെ തന്നെ അറകളിൽ കുമാരികൾ, അതേപോലെ തന്നെ ഋതുമതികളായ സ്ത്രീകൾ വരെ ലിയഖ്റുജ് അവർ പുറപ്പെട്ടു കൊള്ളട്ടെ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചത്. ഫൽയഷ്ഹദുനൽ ഖൈർ, അതുകൊണ്ട് തന്നെ ഈദ് നിസ്കാരത്തിലെ നന്മകൾ അതിലവർ സാക്ഷികളാകട്ടെ. വദഅവത്തൽ മുഅ്മിനീൻ, വിശ്വാസികളുടെ ദുആയിൽ അവർ സാക്ഷികളാകട്ടെ. വലിയഅതസിലിൽ ഹുയ്യദുൽ മുസല്ല, ഋതുമതികൾ മുസല്ലയിൽ നിന്ന് വിട്ടു നിൽക്കട്ടെ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ ഇത് കൽപ്പിക്കുകയാണ്. ഈദ് വന്നപ്പോൾ സ്ത്രീകളെല്ലാവരും എന്ത് ചെയ്യണം? മുസല്ലയിലേക്ക് വരണം. എല്ലാവരും, ഋതുമതികൾ വരെ വരണം. നിസ്കാര സ്ഥലത്ത് നിന്ന് വിട്ടുന്നാൽ മതി എന്ന് പറഞ്ഞപ്പോൾ ഒരു സ്ത്രീ എഴുന്നേറ്റ് നിന്ന് ചോദിച്ചു എന്നാണ്, യാ റസൂലല്ലാഹ് ഹൽ അലാ ഇഹ്ദാന ബഅസുൻ ഇൻ ലം യകുൻ ലഹാ ജിൽബാബ് അല്ലാ തഖ്റുജ്, ജിൽബാബില്ല ധരിക്കാൻ, പുറത്തേക്ക് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവർക്ക് എന്തില്ല? ജിൽബാബില്ല. ജിൽബാബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരീര സൗന്ദര്യത്തെയും വസ്ത്രത്തെയൊക്കെ മറക്കുന്ന മൂടുപടം, പർദ്ദല്ല. അപ്പം പർദ്ദല്ലാത്ത സ്ത്രീകൾ ഈദ്ഗാഹിലേക്ക് പുറപ്പെട്ടിട്ടില്ല എങ്കിൽ വല്ല പ്രശ്നമുണ്ടോ എന്നൊരു സ്ത്രീ ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു കൊടുക്കാൻ ഫൽ തുഇർഹാ ഉഖ്തുഹാ മിൻ ജലാബീബിഹാ, ഒന്നിലധികം ജിൽബാബുള്ള സ്ത്രീകളുണ്ടാവും, പർദ്ദയുള്ളവരുണ്ടാവും, അവർ ഇല്ലാത്തവർക്ക് ധരിക്കാൻ വേണ്ടിയിട്ട് നൽകട്ടെ. നോക്കൂ നിങ്ങൾ, ജിൽബാബില്ലെങ്കിൽ ഞങ്ങൾക്ക് പോരണ്ട, ഞങ്ങൾ പുറപ്പെടാതിരിക്കട്ടെ എന്ന് ചോദിക്കുകയാണ്. കാരണം അത്രമേൽ റസൂലുള്ളാഹി പറഞ്ഞിട്ട് സ്ത്രീകൾ ഇതിൽ പങ്കെടുക്കണമെന്ന്. അപ്പോൾ ജിൽബാബില്ല എന്ന് പറഞ്ഞപ്പോൾ ഒന്നിലധികം ജിൽബാബുള്ളവർ ജിൽബാബ് കൊടുക്കാൻ പറയാണ്. എന്നിട്ട് അങ്ങനെയെങ്കിലും വാങ്ങിയിട്ട് അത് ധരിച്ചിട്ട് വരാൻ. എന്നിട്ട് പറയാൻ റസൂലുള്ളാഹി വൽ തഷ്ഹദിൽ ഖൈർ, നന്മയിൽ സ്ത്രീകൾ പങ്കെടുക്കട്ടെ. വദഅവത്തൽ മുഅ്മിനീൻ, വിശ്വാസികളുടെ ദുആയിലും എന്നാണ്. അപ്പം ഹഫ്സ ബിൻത് സീരീൻ ചോദിക്കാണ് വൽ അൽ ഹുയ്യദ്, ആർത്തവകാരികളായ സ്ത്രീകൾ വരെ മുസല്ലയിലേക്ക് വരെ. അപ്പോൾ ഉമ്മു അത്തിയ്യ പറയാണ് നഅം അലൈസൽ ഹായിദു തഷ്ഹദു അറഫാത്ത് വ തഷ്ഹദു കദാ വ തഷ്ഹദു കദാ, ഋതുമതി ആർത്തവകാരി മുസല്ലയിലേക്ക് വരികയെന്ന് ചോദിച്ചപ്പോൾ പറയാണ്, ഉമ്മു അത്തിയ്യ പറഞ്ഞു കൊടുക്കാണ്, അതിനെന്താ പ്രശ്നം? എന്താ ഉമ്മു അത്തിയ്യ പറയുന്നത്? ആർത്തവകാരി വരണീന് എന്താ പ്രശ്നം? അവർ അറഫയിൽ പങ്കെടുക്കണില്ലേ? അതേപോലെ ഇന്ന സ്ഥലങ്ങളിലൊക്കെ പങ്കെടുക്കുന്നില്ലേ എന്ന് ചോദിച്ചു എന്നാണ്. അറഫയിൽ ആർത്തവകാരികൾ ഹജ്ജിൽ അറഫയിൽ പോണില്ലേ? അറഫയിൽ പങ്കെടുക്കണില്ലേ? ആർത്തവകാരികളായിട്ടല്ലേ ഹജ്ജിന് വന്നിട്ടുള്ള സ്ത്രീകൾ അറഫയിൽ പങ്കെടുക്കണത്. അപ്പോൾ അറഫയിൽ പങ്കെടുക്കുന്നുണ്ട് എങ്കിൽ മുസല്ലയിൽ പങ്കെടുക്കണ എന്താ വിഷയം എന്ന് ഉമ്മു അത്തിയ്യ റളിയല്ലാഹു തആല അൻഹ ഹഫ്സ ബിൻത് സീരീനോട് പറഞ്ഞു എന്നാണ്. അപ്പം അതുകൊണ്ട് ഇവിടെ ഇതൊക്കെ ഞാൻ ഉദ്ധരിച്ചത് ഇല്ല, നമ്മുടെ നാടുകളിൽ സ്ത്രീകൾക്ക് ഏറെ നിഷേധിക്കപ്പെടുന്ന ഒരു ഖൈറാണ് ഈ ഒരു വിഷയം, മുസല്ലയിലേക്ക് ഈദിലേക്കുള്ള അവരുടെ പുറപ്പാട്. നിസ്ലാശ്രമ തങ്ങൾ പറഞ്ഞ അനുഗ്രഹങ്ങളൊന്നും ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഈദ് ദിവസത്തിൻ്റെ ബർക്കത്ത്, ഈദ് ദിവസത്തിൻ്റെ തുഹ്റത്ത്, അനുഗ്രഹം, ശുദ്ധി, ഇതൊക്കെ അവിടുത്തെ ദഅവത്ത്, ദുആ, അതിലൊക്കെ അവർ പങ്കെടുക്കട്ടെ. അതിന് സ്ത്രീകളെ നിങ്ങൾ പുറത്ത് കൊണ്ടുവരണം, സ്ത്രീകൾ പുറപ്പെടണം എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടും ഇന്ന് ഏറെ സ്ത്രീകൾക്ക് ഈ ഒരു അവസരം നിഷേധിക്കപ്പെടുന്നു എന്നുള്ളതാണ്. നമ്മുടെയൊക്കെ വീടുകളിൽ ആലോചിച്ച് നോക്കി നിങ്ങൾ, ആണുങ്ങളും ഉടുത്തു മാറ്റിയിട്ട് പോവും, സ്ത്രീകൾ അവിടെ ഇറച്ചി മുറിച്ച് കുലാവി വെച്ച് അവർ വീട്ടിലായിരിക്കും. ഈ ഒരു ഖൈറിൽ പങ്കെടുപ്പിക്കില്ല. അത് വലിയ അക്ഷന്തവ്യമായ അപരാധമാണ് ശരിക്ക്. അത് തീർത്തും സമ്മതിക്കാൻ പാടില്ലാത്തൊരു വിഷയമാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഒരു ദിവസത്തിൽ പ്രത്യേകിച്ച് സ്ത്രീകളെ ഇങ്ങനെ ഒരു പരിഗണിച്ച ഒരവസ്ഥ ഉണ്ടായിരിക്കുക, ഇത് നമുക്കൊരു സൽമാതൃക ഉണ്ടായിരിക്കുക. തൻ്റെ പത്നിമാരോട്, തൻ്റെ പെൺമക്കളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈദിലേക്ക് പുറപ്പെടാൻ കൽപ്പിക്കുമായിരുന്നു. ഇബ്നു അബ്ബാസ് റിപ്പോർട്ട് ചെയ്യാണ്. ഇമാം അഹ്മദ് മുസ്നദ് റിപ്പോർട്ട് ചെയ്ത സഹിഹായ ഹദീസാണ്. അപ്പോൾ നോക്കൂ നിങ്ങൾ, ആളുകൾ അതിൽ കാണിക്കുന്ന. എന്നാലോ നമ്മളുടെ സ്ത്രീകൾ ഏത് സമയവും വീട്ടിലിരിക്കണ അവസ്ഥയാണോ? അല്ല,
സ്ത്രീകളൊക്കെ അല്ലേ പല സ്ഥലങ്ങളിലേക്കും ഇപ്പോൾ സലാത്ത് നഗറുകൾ നടന്നു പോണില്ലേ. അതേപോലെ തന്നെ അവിടെ കുറേ മജ്ലിസുകൾ, ഇവിടെ കുറേ മജ്ലിസുകൾ, ഇവിടെ കുറേ വേദികൾ, ഇതിലേക്കൊക്കെ ജനപങ്കാളിത്തത്തെ അറിയിക്കാൻ സ്ത്രീകളുടെ രംഗാണ് കാണിക്കുന്നത്. ഇന്ന ആളുടെ ഒരു മജ്ലിസ് ഉണ്ട്, അവിടേക്ക് ജനങ്ങളുടെ പ്രവാഹമാണ്. അപ്പോൾ അതിലേക്ക് പ്രവാഹം കാണിക്കുന്നതൊക്കെ മീഡിയകൾ സ്ത്രീകൾ പരന്നൊഴുകുന്നതാണ്. അതൊക്കെ എത്രമേൽ അപകടമാണ്. അവിടെയൊക്കെ എത്തിയിട്ടുണ്ടെങ്കിൽ ഓരോ പ്രശ്നങ്ങൾ പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ഹിദായത്ത് നൽകുമാറാവട്ടെ. നഊദു ബില്ലാഹ്. ദീൻ പറഞ്ഞിടത്ത് സ്ത്രീകൾ പുറപ്പെട്ടെത്തുന്ന അവസ്ഥയല്ല, സ്ത്രീകളെ കൊണ്ടുവരുന്ന അവസ്ഥയില്ല. എന്നാൽ ദീൻ പറയാത്തടുത്ത് സ്ത്രീകളെ സജീവമാക്കുന്ന ദുരന്തം അള്ളാഹു നമുക്കൊക്കെ സ്വൽപ്പാന്താവും സൽബുദ്ധിയും പ്രദാനം ചെയ്യുമാറാവട്ടെ. നഊദു ബില്ലാഹ്. ഈദുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഒരു സുപ്രധാന വിഷയം, ശരിയാണ്, നമ്മുടെ ദീൻ നമുക്ക് ആഘോഷിക്കാനും നമുക്ക് ആഹ്ലാദിക്കാനും അവസരം കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നേരാണ്. പക്ഷേ പലപ്പോഴും ആഘോഷങ്ങളുടെയും അതേപോലെ തന്നെ ഈ സന്തോഷ പ്രകടനങ്ങളുടെയും മേഖലകളിൽ മുസ്ലിമീങ്ങൾ ചില സ്ഖലിതങ്ങളിലേക്ക് കൂപ്പുകുത്തുന്നു എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഇപ്പോൾ ചില കല്യാണങ്ങൾ, വിശേഷങ്ങൾ മീഡിയകൾ കൊണ്ടെത്തിക്കുമ്പോൾ മുസ്ലിമീങ്ങളാണ് ഏറെ ഈ ആഘോഷത്തിൻ്റെ പേരിൽ, ആഹ്ലാദത്തിൻ്റെ പേരിൽ അതിരുവിട്ട് വർത്തിക്കുന്നത്. എത്ര മോശമായ പ്രകടനങ്ങളാണ് വിവാഹ മാമാങ്കങ്ങളായിട്ട് നമ്മൾക്ക് മുസ്ലിമീങ്ങൾ ചെയ്യുന്നത്, മീഡിയകൾ എത്തിക്കുന്നത്. അതൊരു കൃത്രിമ സൃഷ്ടിയല്ല. കാരണം നമുക്കൊക്കെ അറിയാം നമ്മുടെയൊക്കെ പരിസരങ്ങളിലും അനുഭവങ്ങളിലും എങ്ങനെയാണ് പല വിവാഹങ്ങളും നടക്കുന്നത്, അതിൻ്റെ തലേനാളുകളിലൊക്കെയുള്ള പല ചടങ്ങുകളും കളികളൊക്കെ എങ്ങനെയെന്നുള്ളത് നമുക്കറിയാം. ഈദിൻ്റെയും വിഷയത്തിൽ ഈ പെരുമയും പൊങ്ങച്ചവും അതേപോലെ തന്നെ ധൂർത്തും ഒക്കെ അത് നമ്മൾ വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മൾ ഈ ആഘോഷത്തിൻ്റെ വിഷയത്തിൽ അമിതവ്യയവും അതേപോലെ തന്നെ പെരുമയും പ്രകടനവുമൊക്കെ ആയിട്ട് തകർക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയം, ഇവിടെ ഒരു പെരുന്നാൾ ദിവസത്തിൽ നോക്കി നിങ്ങൾ, ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നതാണിത്. ഉദ്ഹിയ ദിവസം ബലിമൃഗങ്ങളുടെ കുളമ്പുകൾ ഞങ്ങൾ തിരുദൂതർക്കായി 1 മാസക്കാലം വരെ എടുത്തു വെക്കുമായിരുന്നു, പിന്നീട് അവിടുന്ന് അത് ഭക്ഷിക്കുമായിരുന്നു എന്നാണ്. ബലിമൃഗത്തെ അറുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാലുണ്ടല്ലോ, കുളമ്പ്, അത് എടുത്തു വെക്കുന്നതാണ്. കുന്നാ നുഹബ്ബി ഉൽ ഖുറാ എന്നാണ്, ഞങ്ങൾ കുളമ്പുകൾ പാത്തു വെക്കും എന്നാണ് ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നത്. 1 മാസം കഴിഞ്ഞിട്ടായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളത് ഭക്ഷിച്ചിരുന്നത്. ഇവിടെ നോക്കി നിങ്ങൾ, ആയിഷ പറയാനിട്ട് ഞങ്ങൾ കുളമ്പുകൾ 15 ദിവസം വരെ എടുത്തു വെക്കുമായിരുന്നു, പിന്നീട് ഞങ്ങളത് ഭക്ഷിക്കുമായിരുന്നു. അതായത് ഉദ്ഹിയർത്തിൻ്റെയും കുറേ മൃഗങ്ങൾ ആർക്കുമല്ലേ, അപ്പോൾ അതിൻ്റെ കാല് എടുത്തു വെക്കുകയാണ്. എന്തിനാ? 1 മാസത്തേക്കൊക്കെ എടുത്തു വെക്കും. എന്നിട്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളത് ഭക്ഷിക്കുമായിരുന്നു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാർ എടുത്തു വെക്കുമായിരുന്നു. 15 ദിവസമൊക്കെ കഴിഞ്ഞിട്ടായിരുന്നു അവരെടുത്ത് ഭക്ഷിച്ചിരുന്നത്. അത്രമേൽ അത്യാവശ്യക്കാരായിരുന്നു. ഇത് ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുമ്പോൾ ആബിസ് ഇബ്നു റബീഅ, അദ്ദേഹമാണ് ആയിഷയിൽ നിന്ന് ഈ സംഭവം റിപ്പോർട്ട് ചെയ്യുന്നത്. ആബിസ് ഇബ്നു റബീഅ ആയിഷയോട് ചോദിക്കുകയാണ്, അതിന് നിങ്ങളെ നിർബന്ധിച്ചിരുന്നത് എന്താണ്? എന്തിനാണ് ഈ കാലികളുടെ കാലൊക്കെ ഇങ്ങനെ എടുത്തു വെച്ചിരുന്നത്? അത്രമേത്ര നിർബന്ധാവസ്ഥ അതെന്തുകൊണ്ട് എന്ന് ആബിസ് ഇബ്നു റബീഅ ചോദിക്കുമ്പോൾ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയാണ്, മരണം വരിച്ച് അള്ളാഹുവിലേക്ക് ചെന്ന് ചേരുന്നത് വരെ തുടർച്ചയായി 3 ദിനം കറി കൂട്ടിയുള്ള റൊട്ടി കഴിച്ച് മുഹമ്മദിൻ്റെ കുടുംബം വിശപ്പ് മാറ്റിയിട്ടില്ല എന്നാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് പറയുന്നത്. ആയിഷമ്മയാണ് ഇത് പറയുന്നത്. ഈ ചോദ്യം ആബിസ് ബിൻ റബീഅ ചോദിച്ചപ്പോൾ ആയിഷമ്മ പറയാണ്, മരണം വരിച്ച് അള്ളാഹുവിലേക്ക് ചെന്ന് ചേരുന്നത് വരെ തുടർച്ചയായി 3 ദിവസം കറി കൂട്ടിയിട്ട് റൊട്ടി കഴിച്ച അവസ്ഥ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തിന് ഉണ്ടായിട്ടില്ല എന്നാണ്. മാ ശബിയ ആലു മുഹമ്മദിൻ മിൻ ഖുബ്സിൻ മഅദൂമിൻ സലാസ ലയാലിൻ ഹത്താ ലഹിഖ ബില്ലാഹ് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഇത് കാരണത്താലാണ് എന്തെടുത്ത് ചെയ്യുന്നത്? 1 മാസത്തേക്കൊക്കെ ഇങ്ങനെ ഈ കന്നുകാലികളുടെ അർത്ഥത്തിൻ്റെ കാൽ കുളമ്പുകൾ എടുത്തു വച്ചിരുന്നത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 1 മാസം കഴിഞ്ഞിട്ടും അത് ഭക്ഷിച്ചിരുന്നു എന്ന് പറയാണ്. അപ്പോൾ ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായികളാണ് നമ്മൾ. ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഇത് ഒരു നിവേദനമാണ്. മുഹമ്മദിൻ്റെ കുടുംബം ഒരു ദിനം
മുഹമ്മദിൻ്റെ കുടുംബം ഒരു ദിനം 2 ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ 1 കാരക്ക മാത്രമായിരുന്നു. ഇതൊന്ന് ആലോചിച്ച് നോക്കി, ഇതൊന്ന് കഴിച്ച് നോക്കിയേ. മരണം വരിക്കുന്നത് വരെ തിരുദൂതർ തുടർച്ചയായി 2 ദിവസം ഗോതമ്പ് റൊട്ടി വയറ് നിറച്ച് കഴിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് പറയാണ്. നോക്കിയേ, അള്ളാഹുവാണ് ഒരു ദിനമെങ്കിലും 2 തവണ റൊട്ടിയും സെയ്ത്തും കഴിച്ച് വിശപ്പടക്കാതെയാണ് തിരുദൂതരുടെ ദേഹവിയോഗം, വഫാത്ത്. ഇതാണ് ആയിഷ റളിയല്ലാഹു തആല പറയുന്നത്. ദുനിയാവിനോട് വിടവാങ്ങുന്നത് വരെ 2 തവണ ഒരു ദിനവും അവിടുന്ന് വിശപ്പടക്കിയിട്ടില്ല. 2 തവണ വിശപ്പടക്കിയ ഒരവസ്ഥ ഉണ്ടായിട്ടില്ല. ദുനിയാവിനോട് വിട പറയോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഇതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീടിൻ്റെ അവസ്ഥ. അതുകൊണ്ടാണ് ഉദ്ഹിയ അറുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ മൃഗങ്ങളുടെ കാൽ കുളമ്പുകൾ ഞങ്ങൾ കുന്നാനു ഹബ്ബുൽ ഖുറാ, ഞങ്ങളത് പാത്തു വെച്ചിരുന്നത്. അങ്ങനെ 1 മാസമൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനപ്പുറം അത് ഭക്ഷിക്കുമായിരുന്നു എന്ന് പറയാണ്. ഞാനിത് ഉദ്ധരിച്ചത് ഇന്നലെ നമ്മൾ കേട്ടതാണ്, റസൂലുള്ളാഹിൻ്റെ മശ്റൂബൻ്റെ വിശേഷം. അതെന്തിനാ? നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അനുവദിച്ചത് നിഷിദ്ധാക്കാനൊന്നും ആർക്കും അവകാശമില്ല. അനുവദിച്ചത് നമുക്കത് ഉപയോഗിക്കാം, അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്നതാണ്. പക്ഷേ അതിരി വിട്ട് ദുർവ്യയം ചെയ്ത് പെരുമയിൽ പൊങ്ങച്ച പ്രകടനത്തിൽ ആളുകൾ പെരുമാറുന്നത്, പ്രത്യേകിച്ച് ഇത്തരം ആഘോഷ ദിവസങ്ങളിൽ, പെരുന്നാൾ സുദിനങ്ങളിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ ഈ ലോക നേതാവിൻ്റെ കൊടിക്ക് കീഴിൽ മഹ്ശറിൽ ഒരുമിച്ച് കൂടാനും ആ തിരുദൂതരിൻ്റെ പിന്നാലെ സ്വർഗത്തിലേക്ക് പ്രയാണം കുറിക്കാനും ആഗ്രഹിക്കുന്നവരാണ്. ആ തിരുദൂതരോടൊപ്പം ഒരു ഇടം കാണാൻ നമ്മൾ കൊതിക്കുന്നവരാണ്. അപ്പോൾ നമ്മൾ ആ തിരുദൂതരുടെ വിശ്വാസം, അതേപോലെ തന്നെ ആരാധനകൾ, അതേപോലെ സ്വഭാവങ്ങൾ, പെരുമാറ്റങ്ങൾ, ഇതൊക്കെ നമ്മൾ ആ തിരുദൂതരിൽ നിന്ന് അദ്ദേഹത്തെ അനുധാവനം ചെയ്ത് അതേപോലെ തന്നെ മാതൃകയാക്കി നമ്മൾ സ്വീകരിച്ചിട്ടില്ല എങ്കിൽ ആ ഒരു ഖാഫിലയിലേക്ക് നമ്മൾ എത്തിപ്പെടാൻ പ്രയാസപ്പെടും. എത്ര വിരക്തനായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചത്. ആ തിരുദൂതരിലേക്ക് ചേർത്ത് പറയുന്ന ഒരു വിഭാഗം ആളുകളാണ് ഇന്ന് വിരക്തിയുടെ യാതൊരു അടയാളവും ഇല്ലാതെ ഈ ലാവിശായി പൊങ്ങച്ചവും അതേപോലെ തന്നെ ഉപരിപ്ലവമായ പ്രകടനവും ഒക്കെയായി പല ആഘോഷങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അള്ളാഹു എല്ലാവർക്കും ഹിദായത്ത് നൽകുമാറാവട്ടെ. നഊദു ബില്ലാഹ്. ഞാനിവിടെ ഈ ക്ലാസ് അവസാനിക്കുമ്പോൾ ഒരു കാര്യം കൂടി, വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്താണ്, വല്ലദീന യുഅ്തൂന മാ ആതൗ വഖുലൂബുഹും വജില അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ. ഇത് റസൂലുള്ളാഹിൻ്റെ വീട്ടിൽ നടന്ന ഒരു സംഭാഷണ ശകലം. ഈ ആയത്തിറങ്ങി. ആയത്തിൻ്റെ അർത്ഥം രക്ഷിതാവിലേക്ക് തങ്ങൾ മടങ്ങി ചെല്ലേണ്ടവരാണല്ലോ എന്ന് മനസ്സിൽ ഭയമുള്ളതോടുകൂടി തങ്ങൾ ദാനം ചെയ്യുന്നതെല്ലാം ദാനം ചെയ്യുന്നവരും എന്നൊരു വിഭാഗത്തെക്കുറിച്ച് അള്ളാഹ് പറയാണ്. അവിടെ ദാനം ചെയ്യുന്നവർ, അള്ളാഹു നൽകിയത് ദാനം ചെയ്യുന്നവർ, വഖുലൂബുഹും വജില, അവരുടെ മനസ്സിൽ ഭയമുള്ളതോടുകൂടി എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. മനസ്സിൽ പേടിയുണ്ട്, ദാനം ചെയ്യുന്നവരുമാണ്. അപ്പോൾ ആയിഷ റളിയല്ലാഹു തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുകയാണ്, തിരുദൂതരെ, മദ്യപിക്കുകയും മോഷ്ടിക്കുകയും ചെയ്യുന്നവരാണോ ഈ ആളുകൾ? മദ്യപിക്കുകയും മോഷ്ടിക്കുകയും ചെയ്യുന്നു, എന്നിട്ട് ദാനം ചെയ്യുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് പേടിക്കണ്ടേ? എന്താ ദാനം ചെയ്തിട്ട് കാര്യം? മദ്യപാനമുണ്ട്, മോഷണമുണ്ട്, പിന്നെ കൊടുത്തിട്ട് എന്താ കാര്യം? അപ്പം ആ പേടിയുള്ളവരാണോ എന്ന് ആയിഷ റളിയല്ലാഹു തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുകയാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, യാ ബിൻത സിദ്ദീഖ്, അല്ല, സിദ്ദീഖിൻ്റെ മകളെ അല്ല എന്ന് പറയാണ്. ലാ യാ ബിന്ത സിദ്ദീഖ്. ആയിഷ റളിയല്ലാഹു തആല റസൂലുള്ളാഹി വിളിച്ചിരുന്ന ഒരു വിളിയാണിത്. ബിന്തു സിദ്ദീഖ്, ഇബ്നത്തു സിദ്ദീഖ്, ഇങ്ങനെയൊക്കെ വിളിക്കുന്നു. സിദ്ദീഖിൻ്റെ മകളെ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ മകളാണല്ലോ ആയിഷ, അല്ല എന്ന് പറയാണ്. കള്ളുടിച്ചിട്ടും മോഷണം നടത്തിയിട്ടും സദഖ കൊടുക്കുന്നവരുടെ വിഷയമല്ല അത്. പിന്നെന്താ? ഈ പറയപ്പെട്ട ആളുകൾ നോമ്പെടുക്കുന്നു, നിസ്കരിക്കുന്നു, ദാനം നൽകുന്നു. അവരുടെ വിഷയം, അവരുടെ പേടിക്ക് കാരണം തങ്ങളിൽ നിന്ന് സ്വീകരിക്കപ്പെടുകയില്ലേ എന്ന് അവർ ഭയക്കുകയും ചെയ്യുന്നു. അവരാകുന്നു നന്മകളിൽ ധൃതി കാണിക്കുന്നവർ എന്ന് പറഞ്ഞു എന്നാണ്. അതായത് നോമ്പെടുക്കുന്ന ആളുകൾ, നിസ്കരിക്കുന്ന ആളുകൾ, ദാനം ചെയ്യുന്നവർ, അള്ളാഹു ഇത് ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കൂലേ എന്നുള്ള പേടി അവർക്കുണ്ട്. അത്തരം പ്രവണതയുള്ളവർ, സ്വഭാവമുള്ളവർ, അവരാകുന്നു നന്മകളിൽ ധൃതി കാണിക്കുന്നവർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു എന്നാണ്. ഉലൈകല്ലദീന യുസാരിഊന ഫിൽ ഖൈറാത്ത് എന്ന് മനസ്സിലായോ? അപ്പോൾ ഇവിടെ ഞാൻ ഇത് കൊണ്ടുവന്നത് എന്തിനാ? ഈ ഒരു സംഭാഷണം കൊണ്ടുവന്നത് ഇവിടെ നോക്കി, നന്മയിൽ മത്സരിക്കുന്നവർ, ധൃതി കാണിക്കുന്നവർ,
എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു വിഭാഗത്തെ പറയാണ്. നന്മയിൽ മത്സരിക്കുന്നവർ, ധൃതി കാണിക്കുന്നവർ. ആരാണവർ? നോമ്പെടുത്തിട്ട് നിസ്കരിച്ചിട്ട് ദാനം നൽകിയിട്ട് ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കൂലേ എന്ന് പേടിയുള്ള ആളുകൾ അവർ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പ്രശംസിക്കുകയാണ്. നമ്മൾ ഒരു മാസക്കാലം നോമ്പെടുത്ത്, നമ്മൾ രാത്രി നിസ്കരിച്ച്, നിർബന്ധ കർമ്മങ്ങൾ നിസ്കാരങ്ങളൊക്കെ നമ്മൾ നിർവഹിച്ച്, ഇതൊക്കെ നിർവഹിക്കുന്നതോടൊപ്പം നമുക്ക് ഒരു പേടി ഉണ്ടാകണം. ഇത് നമ്മളിൽ നിന്ന് സ്വീകരിക്കൂലേ എന്ന പേടി. ഞാൻ ചെയ്യേണ്ടതൊക്കെ ചെയ്ത് ഇനി വേണമെങ്കിൽ എന്ന ആ ഒരു മനോഭാവമല്ല. പിന്നെയോ നമ്മൾ നോമ്പെടുത്തു, നിസ്കരിച്ചു, കർമ്മങ്ങൾ ചെയ്തു, അള്ളാഹു ഇത് കബൂലാക്കണമേ എന്നുള്ള ഒരു തേട്ടം നമ്മളിൽ നിന്നുണ്ടാകണം. അതിന് നമുക്കൊരു പേടി വേണം. ഇതെന്നിൽ നിന്ന് തിരസ്കരിക്കപ്പെടുമോ, ഞാൻ ഈ പട്ടിണി കിടന്നത്, ദാഹിച്ചത് വെറുതെയാകുമോ എന്നൊരു പേടി അത് നമുക്കുണ്ടാകണം. അതാണ് ഇവിടെ നമ്മൾ പഠിപ്പിക്കപ്പെടുന്നത്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ നോമ്പ് അള്ളാഹു സ്വീകരിക്കാൻ ദുആ ചെയ്യണം. നമ്മുടെ നിസ്കാരം സ്വീകരിക്കാൻ, നമ്മുടെ കർമ്മങ്ങൾ ഉപരിലോകത്ത് അള്ളാഹു കബൂലാക്കാൻ നമ്മൾ ദുആ ചെയ്യണം. തിരസ്കരിക്കപ്പെടുമോ എന്ന പേടി നമുക്കുണ്ടായിരിക്കണം. കാരണം അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. മുത്തഖീങ്ങളിൽ നിന്ന് മാത്രമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുക. മുത്തഖീങ്ങളുടേതേ അള്ളാഹു സ്വീകരിക്കുള്ളൂ. അള്ളാഹുവിനെ സ്വകാര്യതയിൽ, അള്ളാഹുവിനെ തനിച്ചാകുമ്പോൾ വിജനതയിൽ ഭയന്ന് സൂക്ഷിച്ച് ഭക്തിയുള്ളവർ ആരോ അവരുടേതേ അള്ളാഹു സ്വീകരിക്കൂ. ഞാൻ ആ ഗണത്തിൽപ്പെട്ടവനാണോ, ആ പേടിയിൽ ഞാൻ ആ ഗണത്തിൽപ്പെട്ടവനാകണമെന്നുള്ള പ്രത്യാശയിൽ നമ്മൾ അള്ളാഹുവിനോട് നമ്മളുടേത് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ദുആ ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെ വതഖബ്ബൽഹാ മിന്നി കമാ തഖബ്ബൽത മിൻ അബ്ദിക ദാവൂദിൽ നിന്ന് നീ സുജൂദ് സ്വീകരിച്ചതുപോലെ ഞാൻ ചെയ്ത് ഈ സുജൂദ് സ്വീകരിക്കണമേ എന്ന് അള്ളാഹിനോട് ദുആ ചെയ്യാറുണ്ടായിരുന്നു. റബ്ബനാ തഖബ്ബൽ മിന്ന, ഞങ്ങളുടെ റബ്ബേ നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണമേ എന്ന് ദുആ ചെയ്തത് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയും പുത്രൻ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമയുമാണ്. അവർ ഏറ്റവും വലിയൊരു സേവനം കഅബയുടെ പുനർനിർമ്മാണം നടത്തിയതിന് ശേഷം കഅബ പുനർനിർമ്മിക്കുക എന്നുള്ള മഹൽ കർമ്മം ചെയ്തിട്ട് ഖലീലുല്ലാഹി ഇബ്രാഹിം മകൻ ഇസ്മായിൽ അലൈഹിമസ്സലാം റബ്ബനാ തഖബ്ബൽ മിന്ന, ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ ദുആ ചെയ്ത്. മനസ്സിലല്ലേ? അപ്പോൾ നമ്മളൊക്കെ എത്ര അത് തേടണം, സ്വീകരിക്കണം. അതുകൊണ്ട് നമ്മൾ നമ്മുടേത് സ്വീകരിക്കാൻ, അല്ലേ, നമ്മുടേത് സ്വീകരിച്ചിട്ടുണ്ടോ എന്നുള്ളത് അറിയാനുള്ള തെളിവ് ഇനിയുള്ള നമ്മുടെ ജീവിതമാണ്. നോമ്പിനിപ്പുറം എങ്ങനെയെന്നുള്ളതാണ്. നോമ്പിന് അപ്പുറമുള്ള അതേപോലെയാണ് ഇപ്പുറമെങ്കിൽ, അല്ലേ, ഇമാം ഷാഫിയൊക്കെ പറയാറുണ്ട് റഹ്മത്തുള്ളാഹി അലൈഹി, ഹസനാത്തിനെ ഹസനാത്ത് തുടരുന്നുവെങ്കിൽ, നന്മ ചെയ്തിട്ട് പിന്നെയും നന്മ ചെയ്യുകയാണെങ്കിൽ ആദ്യം ചെയ്ത നന്മ സ്വീകരിച്ചു എന്നുള്ളതിന് തെളിവാണ്. ഈ ചിലർ പറയാണ്, ചിലപ്പം പള്ളിയിൽ പോകുമ്പോഴുള്ള അനുഭവമാണ്, 27-ാം രാവിൻ്റെ ആ നിസ്കാരം ഇതുകൊണ്ടല്ലോ, അതോടുകൂടി പിന്നെ പള്ളി വിജനായി. അന്നുള്ള ആളുകൾ പിറ്റേന്ന് ഖിയാമിനില്ല, തറാവീഹനില്ല. 5 വക്ത് നിസ്കാരത്തിൻ്റെ വിഷയം, നിർബന്ധ നിസ്കാരത്തിൻ്റെ വിഷയം അങ്ങനെയാണ്. നോമ്പിന് സജീവമായിട്ടുള്ള ആളുകൾ നോമ്പ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മസ്ജിദിലില്ല. നോമ്പിന് നമ്മൾ ഏതൊരു റബ്ബിനാണോ ഇബാദത്ത്, ആ റബ്ബ് തന്നെയാണ് നോമ്പ് കഴിഞ്ഞിട്ടും നമ്മുടെ റബ്ബ്. നോമ്പുണ്ടായിരുന്ന ആ സജീവത എവിടേക്ക് പോയി? എന്തിനാണ് നോമ്പിന് നമ്മുടെ സജീവത? നോമ്പ് കഴിഞ്ഞിട്ടും നമുക്ക് ദീനിയായി നിഷ്ഠയിൽ ജീവിക്കാനുള്ള ഒരു ബലമല്ലേ, ഒരു ശക്തിയല്ലേ നോമ്പിൽ നമ്മൾ നേടുന്നത്, ആർജിക്കുന്നത്. അതുകൊണ്ട് നോമ്പിനപ്പുറവും നമ്മൾ നന്മയിൽ സജീവരാകണം എന്നുള്ളതാണ്. നമ്മൾ വീഴാൻ പാടില്ല. വഅബ്ദുർ റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ, മരണം വരുന്നത് വരെ നീ റബ്ബിനെ ഇബാദത്തെടുക്ക് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് കൽപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെടുന്ന രീതിയിൽ ജീവിക്കാൻ നമ്മളെല്ലാവരും ആഗ്രഹിക്കുക, അള്ളാഹുവിനോട് അതിന് ദുആയിരക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും എല്ലാ നന്മകളിലേക്കും ഉദവിയേറ്റി തുറവിയേറ്റി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹ്ക്ക് വഴിപ്പെട്ട് ജീവിക്കാനുള്ള ആയുരാരോഗ്യം അള്ളാഹു നമുക്ക് ഏവർക്കും ഏറ്റി നൽകുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ ഈ ഒരു സദസ്സിനെ ഉപരിലോകത്തൊരു നന്മയായി കബൂലാക്കുമാറാവട്ടെ. ഈ ഒരു സദസ്സിൽ ഇവിടെ കൂടിയതുപോലെ സ്വർഗത്തിൻ്റെ ഉന്നതങ്ങളിലും വേദി പങ്കിടാൻ അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മനസ്സിൻ്റെ നല്ല മുറാദുകൾ അള്ളാഹു നമുക്ക് നേടിത്തരുമാറാവട്ടെ. നമ്മെ നോക്കി വരുന്ന മുസീബത്തുകൾ അള്ളാഹു നമ്മളിൽ നിന്ന് വഴിമാറ്റുമാറാവട്ടെ. നമ്മളിൽ കടമുള്ളവരുടെ കടങ്ങളെ അള്ളാഹു വീട്ടി നൽകുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മാനസിക ശാരീരിക പ്രയാസങ്ങളെ ദൂരീകരിക്കുമാറാവട്ടെ. നമ്മുടെ ഇണകളിലും മക്കളിലും ഇരുലോകത്തും അള്ളാഹു നമുക്ക് കൺകുളിർമ വർദ്ധിപ്പിക്കുമാറാവട്ടെ. നമ്മളിലൂടെ കൺകുളിർമ കനിഞ്ഞ് അള്ളാഹു നമ്മുടെ മാതാപിതാക്കളെ അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അന്ധവിശ്വാസങ്ങളിൽ നിന്നും അനാചാരങ്ങളിൽ നിന്നും നമ്മളെ എല്ലാവരെയും കാത്ത് സംരക്ഷിക്കുമാറാവട്ടെ. മദ്യത്തിൽ നിന്നും മയക്കുമരുന്നുകളിൽ നിന്നും അള്ളാഹു നമ്മുടെ മക്കളെ കാത്ത് സംരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല
മയക്ക് മരുന്നിൽ നിന്നും മദ്യത്തിൽ നിന്നും അതിൻ്റെ ലോബികളിൽ നിന്നും നമ്മുടെ മക്കളെ കാത്ത് സംരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കൾക്ക് നമുക്കൊക്കെ അള്ളാഹു ഇസ്തിഖാമത്തിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മളോട് ദുആക്ക് വസിയത്ത് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങൾ അള്ളാഹു അവർക്ക് നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വലയുന്നവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ശിഫ നൽകുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഹിസാബില്ലാതെ അദാബില്ലാതെ സ്വർഗ്ഗത്തിലിടം കാണാൻ നമ്മളെ എല്ലാവരെയും സഹായിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم احفظ لهذه البلاد أمنها ورجال أمنها. اللهم احفظ لها ثغور حدودها. اللهم احفظ لها قيادتها وعقيدتها. إنك ولي ذلك والقادر عليه. يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا ذا الجلال والإكرام. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وآخر دعوانا أن الحمد لله رب العالمين.